मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി തയ്യാറായിക്കോളൂ. നമ്മളിന്ന് സ്കൈ ഡൈവിംഗിന് വേണ്ടി പോവുകയാണ്. ഇൻസ്ട്രക്ടർ വരാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ ആകാശത്ത് സ്കൈ ഡൈവിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് നമുക്ക് താഴെ തന്നെ ചെയ്യാമല്ലോ. മുകളിൽ ചെയ്യാതെ എങ്ങനെയാണ് കഴുത്തെ താഴെ ചെയ്യാ? നിനക്കെന്താ മനസ്സിലായില്ലേ? നീ എന്താ മണ്ടനാണോ? നമ്മൾ സ്കൈ ഡൈവിംഗ് ചെയ്താൽ താഴേക്ക് വീടില്ലേ? ഒരു കാര്യം പറ, നീ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്ത് പണ്ടത്തന്നെ പറയരുത്, മതിയാക്ക്. ഇൻസ്ട്രക്ടർ വന്നെന്നാ എനിക്ക് തോന്നുന്നേ. മീനിനെ ഫിഷ് എന്ന് പറയും, കൗവിനെ പശു എന്ന് പറയും, കൊമ്പനാനയെ കണ്ടാൽ എലിഫന്റ് എന്ന് പറയും. ഇനി 50,000 പ്ലസ് 50,000 1,00,000 എന്ന് പറയും. കൂട്ടുകാരനെ ഫ്രണ്ട് എന്ന് പറയും. എന്നാൽ കാറിനെ കണ്ടാൽ മലയാളത്തിൽ എന്ത് പറയും? ടിഷ്യൂ. സ്കൈ ഡൈവിംഗിന് മെയിൻ ആയിട്ട് 3 റൂൾസ് ആണ് ഉള്ളത്. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്കൈ ഡൈവിംഗ് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത് ആ ഡിഷും, രണ്ടാമത് ആ ഡിഷും, മൂന്നാമത് ആ ഡിഷും. മനസ്സിലായി സർ. തനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഞാൻ റൂൾസ് എന്താണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ പറഞ്ഞത് ഡിഷും എന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ചോദിക്കാൻ പോകരുത്. എന്റെ പൊന്നുകുഞ്ഞേ, നീ വെറുതെ പേടിക്കരുത്. ഇതെന്റെ സ്റ്റൈലാണ്. അഡിഷും. സർ, അങ്ങ് എല്ലാ പാരഷൂട്ടും നന്നായിട്ട് ചെക്ക് ചെയ്തതാണോ? ഒരു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തു. ആദ്യമായി ചെക്ക് ചെയ്തത് 96-ൽ, പിന്നെ ചെക്ക് ചെയ്തത് 2000-ൽ, അത് കഴിഞ്ഞ് 2008-ൽ. അതുകൊണ്ട് ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമല്ലോ. അഡിഷും. എല്ലാവരും വേഗം വന്ന് വണ്ടിയിൽ കയറ്. എന്താ, നിങ്ങൾ എല്ലാവരും ട്രെയിനിങ്ങിന് തയ്യാറാണോ? അനങ്ങി പോകരുത്. ഈ പൊസിഷൻ നിങ്ങൾ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. റിലാക്സ് നൗ. റിലാക്സ് ചെയ്യാൻ പറഞ്ഞാൽ റിലാക്സ് ചെയ്യണം. എങ്ങനെ റിലാക്സ് ചെയ്യണമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി മുന്നോട്ടും പിന്നോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കണം. ഞാനിതാ മുകളിലേക്ക് പോവാണ്. എടാ സൂക്ഷിച്ച്, നീ ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. എടാ വേണ്ട, നീ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. അടുത്തതായി നമ്മൾ പാരാഷൂട്ട് ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. അല്ല, ഞാൻ മറന്നുപോയി. എനിക്ക് പറക്കാൻ കഴിയും. എടുത്തു, എറിഞ്ഞു. പെർഫെക്റ്റ്. നിങ്ങൾ എല്ലാവരും സ്കൈ ഡൈവിംഗിന് തയ്യാറാണോ? സ്കൈ ഡൈവിങ്ങിന് ഹെൽമെറ്റിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഹെൽമെറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് ആരാ ഫൈൻ അടിക്കാൻ പോകുന്നത്? നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ അനിയനെയാണ് ഓർമ്മ വരുന്നത്. അവനും പൂച്ചയാണോ? അല്ല, അവൻ കഴുതയാ, നിന്നെ പോലെ തന്നെ. ഒന്ന് മതിയാക്ക്. ആദ്യം നമുക്ക് തുടങ്ങാം. അതിനിപ്പം പൈലറ്റ് വരണമല്ലോ. വരൂ കൂട്ടുകാരാ, വേഗം വരൂ. എല്ലാവരും വേഗം ബെൽറ്റ് അണിഞ്ഞുകൊള്ളൂ. 2 വാതിലുകൾ മുന്നിലുണ്ട്, 2 പുറകിലുണ്ട്, പിന്നെ 2 മുകളിലുണ്ട്, പിന്നെ 2 താഴെയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മര്യാദയ്ക്ക് പറ. താൻ തിരിയുമ്പോ ഞങ്ങളുടെ ചങ്ക് പടയ്യ. ഒന്നങ്ങോട്ട് മാറി നിന്നെ നിൽക്ക്. സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ലെന്നാ തോന്നുന്നത്. തൊട്ട പണി തീരും. ഞാനൊരു കാര്യം പറയട്ടെ. തന്റെ പ്ലെയിനിൽ ഒരു ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ട്.
എന്തായിരിക്കും അത്? ഈ വണ്ടിയിൽ ഇൻഡിക്കേറ്ററേ ഇല്ലല്ലോ. പറന്നു കഴിഞ്ഞാ പിന്നെ തിരിയാനായി കൈ പുറത്തിട്ട് സിഗ്നൽ കൊടുക്കാൻ പറ്റുമോ? എടാ കഴുത ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇത് സ്കൂട്ടർ അല്ല, പുറകിൽ നിന്ന് ആരാ വരാൻ പോകുന്നേ? എല്ലാവരും എത്രയും പെട്ടെന്ന് പറക്കാൻ തയ്യാറായിക്കോളൂ. താൻ ഇവിടെ ഇങ്ങനെ നിന്ന് എങ്ങനെയാ പറക്കുക? അതെ, താൻ പറഞ്ഞ ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ പോവാ. കുട്ടികളെ, ready to dive? മാഡം നിങ്ങളൊക്കെ പോയിട്ട് വന്നേക്ക്, ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കാം. എനിക്ക് ഇതൊന്നും വേണ്ട, പേടിച്ചിട്ട് കയ്യും കാലും പറയ്ക്കുക. എടാ നീ തത്തമ്മയല്ലേ, നിനക്ക് നന്നായി പറക്കാൻ കഴിയില്ലേ? ആ ശരിയാണല്ലോ, പേടി കാരണം ഞാൻ ആ കാര്യം മറന്നേ പോയി. എനിക്ക് പറക്കാൻ അറിയാലോ. സാറേ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തൂ. എനിക്ക് താഴോട്ട് നോക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അഡീഷും. അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഡ്രൈവർ ആയത്? ഞാൻ ഡ്രൈവറല്ല, ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറിന് സുഖമില്ലാത്തത് കൊണ്ട് ഡ്രൈവറായ എന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്നതാ. അഡീഷും. നിങ്ങളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ എനിക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങ് ഇവിടെയാണെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് ഓട്ടിക്കുന്നത് ആരാണ് സാർ? അതൊക്കെ ഓട്ടോ പൈലറ്റ് നോക്കിക്കോളും. കാരണം എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ അറിയാവൂ. ഓട്ടോമാറ്റിക് എഞ്ചിനാണുള്ളത്. പുറകിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന പ്ലെയിന്. നിങ്ങൾ ടെൻഷൻ അടിക്കാൻ എന്ത് കാര്യമുള്ളത്? എടാ മേഡം പുറത്തേക്ക് വീണു. അതെ, അങ്ങനെ പുറത്തേക്ക് വീഴുന്നതിനാണ് പറയുന്നത് സ്കൈ ഡൈവിംഗ്. എടാ രക്ഷിക്കേ. നിങ്ങൾ ഒരു ആവശ്യമില്ലാതെ അവരെ പേടിപ്പെടുത്തരുത്. പേടിയാണ് നമ്മുടെ ശത്രു. പേടിക്കരുത്. കൈ പിടിക്ക്. എന്താ ഇത്? എന്റെ കൈ പിടിക്ക്. എന്നെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂന്നാ തോന്നുന്നത്. കയ്യിൽ പിടിച്ചോളൂ. അഡീഷും അഡീഷും. ഡിഷു ഡിഷു എന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എങ്ങനെ കൈ പിടിക്കും? ടെൻഷൻ അടിക്കണ്ട, മേഡത്തെ ഞാൻ രക്ഷിക്കാം. കിട്ടിപ്പോയ ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്താലോ? മേഡത്തിന് ഒരു പാരഷൂട്ട് കൊടുക്കാം. താഴെ വീണാലും അവർ രക്ഷപ്പെട്ടോളൂ. അടിപൊളി ഐഡിയ. കൊച്ചളിയാ, മേഡം വല്ലാത്ത ബിസിയാണെന്നാ തോന്നുന്നേ. പാരഷൂട്ട് ഇടാൻ പോലും സമയമില്ല മേഡത്തിന്. നിങ്ങളുടെ മേഡത്തിനെ ഞാൻ രക്ഷിക്കാം. ഇതാ ഞാൻ എത്തിപ്പോയി. ഇതാ ഞാൻ താഴെ പോയി. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ചാടിയാ മതിയാകൂ. പോപ്പട്ട്, നീ സത്യത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. എടാ മരമണ്ട, പൈലറ്റ് താഴേക്ക് ചാടി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന രക്ഷയില്ലാന്ന്. അതുകൊണ്ട് ചാടുന്നതാണ് ബുദ്ധി. എല്ലാരും 3 എന്ന് പറയുമ്പോ ചാടണം. 3. എടാ, ഞാൻ പറഞ്ഞതല്ലേ 3 എന്ന് പറയുമ്പോ ചാടണമെന്ന്. എല്ലാരും ഭയങ്കര ബിസിയാ. മേഡം ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഇത് വെറും സ്കൈ ഡൈവിംഗ് മാത്രമാണ്. ട്രെയിനിങ് ചെയ്തതുപോലെ ചെയ്, പേടിക്കണ്ട. ആ ഡിഷും ഡിഷും. എന്തുമാത്രം സമയം എടുക്കുന്നേ? നമുക്ക് കഴിക്കാൻ വല്ലതും ഓർഡർ ചെയ്താലോ? താഴെ എത്താറാവുമ്പോഴേ നീ എന്നെ ഒന്ന് എണീപ്പിക്കണം കേട്ടോ.
മാഡത്തിന് രക്ഷിക്കാൻ ഫോക്കസ് ചെയ്യേ. മേഡത്തിന് ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. മാഡം ഇത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ രക്ഷപ്പെട്ടു, ഇനി ആ പൈലറ്റിനെ കൂടെ രക്ഷിക്കണം. ഞാൻ രക്ഷപ്പെട്ടു. താങ്ക്സ് കുട്ടികളെ. മേഡത്തെ രക്ഷിക്കാൻ പോയി അവസാനം നമ്മൾ സ്കൈ ഡൈവിംഗ് പഠിച്ചു.